ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടല്ല വരുന്നത്, റെഗുലർ കസ്റ്റമറാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉള്ളതാണ് വീണ്ടും വീണ്ടും വരുന്നത്. ഞങ്ങളിതിപ്പോൾ വന്നിട്ട് ബ്രെഡും പിന്നെ ഫിഷ് മോളിയും പിന്നെ പോർക്കുന്നാലും ഓർഡർ ചെയ്തത്. ഫസ്റ്റ് പ്രാവശ്യം വന്നപ്പോൾ പോർക്കുന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ എൻ്റെ ഫ്രണ്ടിനെ കൂടി വിളിച്ചിട്ട് വന്നതായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ടിപ്പോൾ. ഇവിടെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും ചേച്ചിമാരൊക്കെ നല്ലോണം വന്ന് സംസാരിക്കും. വന്നിരുന്നാൽ തന്നെ എന്തൊക്കെ വേണമെന്ന് പെട്ടെന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഊണാണ് കഴിച്ചത്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാളാഞ്ചിക്കറി നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ മേടിച്ചത് സ്പെഷ്യൽ മേടിച്ചാണ് കാളാഞ്ചിക്കറി, വീട്ടിൽ വയ്ക്കുന്ന പോലെ തന്നെ. ഹായ്, നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തമ്മനം പുതിയ റോഡിലാണുള്ളത്. ചേച്ചിമാരുടെ കട, അതിൻ്റെ മെയിൻ സാരഥിയായ കുഞ്ഞുമോളെയാണെന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെയാണ് കുഞ്ഞുമോളുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. കുഞ്ഞുമോൾ അല്ലേ? അതെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. സുഖം. നമ്മൾ ചേച്ചിമാരുടെ കട അല്ലേ? അതെ. എന്താണ് ഈ ചേച്ചിമാരുടെ കടയൊക്കെ ഒരു പ്രത്യേകത? എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നാടൻ ഫുഡാണ് ഞങ്ങൾ കൊടുക്കുന്നത്, അതുകൊണ്ടായിരിക്കും. അല്ല, ഈ പേരിടാൻ ആരാണ് കാരണം? ഈ പേരിട്ടത് റിയാൻ സ്റ്റുഡിയോല അവർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇട്ടത്. ഇത് അലൻ ഹോംലി ഫുഡ് എന്നായിരുന്നു. കുറെ നാൾ അപ്പൊ എപ്പോഴും അവര് ഫുഡ് കഴിക്കാൻ വരുമായിരുന്നേ. അങ്ങനെ അവര് വന്നപ്പോ പറഞ്ഞ്, ചേച്ചി ഇവിടെ എല്ലാം ചേച്ചിമാരല്ലേ, അപ്പൊ ചേച്ചിയുടെ കാര്യം ചേച്ചിമാരുടെ കടയിൽ നിന്ന് ഇട്, അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ്. അത് കൂടുതലും ആൽബിച്ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് അവിടുത്തെ, ആ ചേട്ടനാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഇടാൻ. അങ്ങനെ ഞാൻ ഇട്ടതാണിത്. അങ്ങനെയാണ് ചേച്ചിമാരുടെ കടയിൽ നിന്ന് ഇട്ടത്. ചേച്ചിമാരുടെ കടയിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത? എന്തൊക്കെയാണ് ഇവിടെ? രാവിലെ ഇപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിന് ഉപ്പിൽ വന്ന ബീഫ്, ബീഫിൻ്റെ സ്റ്റൂ, ചിക്കൻ കറി, പിന്നെ വെജിറ്റബിൾ കറികൾ, മുട്ടക്കറി, പുട്ട്, അപ്പം, സ്റ്റീം ബ്രെഡ്, ഇടിയപ്പം, ഉപ്പുമാവ്. ഇത്രയാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചക്ക് കരിമീൻ, ഫിഷ് മോളി, പാലപ്പം, താറാവ് പെപ്പർ റോസ്റ്റ്, പോർക്ക് ഫ്രൈ, പോർക്ക് ചാപ്സ്, പോർക്ക് വിന്താലു, ബീഫ് വിന്താലു, ബീഫ് ഉലർത്ത്, ചെമ്മീൻ റോസ്റ്റ്, കാളാഞ്ചി തേങ്ങാപ്പാലിൽ വെച്ചത്, കേരമുളകിട്ടത്, ചിക്കൻ 65, പിന്നെ മീൻ വറുത്തതുകൾ, പലതരം മീൻ വറുത്തത്. അന്നന്ന് കിട്ടണ മീൻ അത് തന്നെ. നമ്മൾ ഉച്ചക്കത്തെ ഊണും മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളിവിടുത്തെ മെയിൻ. അതെ അതെ. ഫുഡ് വൈകിട്ടുള്ള പരിപാടിയില്ല, വൈകിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ ഈ ഊണ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? 18 വർഷമായി. 18 വർഷമായി. ഇത്ര നാള് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അവരുടെ അഭിപ്രായം എന്താണ്? എല്ലാവരും വന്നിട്ട് നല്ല ഫുഡാണെന്ന് പറഞ്ഞാൽ പോണത്. ചിലരൊന്ന് കെട്ടിപ്പിടിക്കുവാൻ അടുക്കളയിൽ വന്ന്, ചിലർ കൈ തരും, അങ്ങനെ വന്നിട്ട് പോകും. മോളി ചേച്ചി ഒരു താരമാണ് ഇവിടുത്തെ അല്ലേ? ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്നെ ഇവിടെ വരെ എത്തിച്ച്. പിന്നെ ഇതിനകത്ത് ഒരു ജീവിത കഥ നമ്മൾ ക്യാമറ ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു, അത് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ ഇത് തുടങ്ങിയിട്ട് 18 വർഷമായി. ഒരു സമയത്ത് ഞങ്ങൾക്ക് എന്നെ നല്ലൊരു നിലയിലാണ് എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. എൻ്റെ വീട് കറുത്തെഴുത്താണ്. അവിടുന്ന് പാലക്കാട് വൈപ്പിൻ കറുത്തെടുത്താണ് എൻ്റെ വീട്. അവിടെ നിന്ന് എന്നെ കെട്ടിച്ചു വിട്ടിട്ട് 34 വർഷമായി. എൻ്റെ ഹസ്ബൻഡിന് നല്ല ജോലി ഉണ്ടായിരുന്നു. കെട്ടിച്ച വീടാണെങ്കിൽ നല്ല സാമ്പത്തികമുള്ള വീടായിരുന്നു. പക്ഷേ ഏതൊരു സാഹചര്യത്തിൽ ഞങ്ങളുടെ എല്ലാം പോയി. 2007 ഞങ്ങളാകെ ബിഗ് സീറോയായി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, ഒരു വഴിയുമില്ല. ആ സമയത്ത് എനിക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാന്നുള്ള ഒരു മനസ്സിൽ വന്ന്, പിള്ളേരെ വളർത്തണമല്ല, 2 പിള്ളേര്, ട്വിൻസാണ്, ഒരാണും ഒരു പെണ്ണും. അപ്പോൾ അവരെ വളർത്തണം, എങ്ങനെയും ജീവിക്കണം. പിന്നെ വീടാണെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ വേറെ താമസിച്ചെങ്കിലും പൂർത്തീകരിക്കാത്തൊരു വീടായിരുന്നു. കറണ്ട് ഇല്ല, വെള്ളമില്ല, ഒന്നുമില്ലാത്തൊരു വീടായിരുന്നു ഞങ്ങളുടെ. ഇത് പണിയണ സമയത്ത് ഞങ്ങൾ 2 മാസം വാടകക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഈ വീട്ടിലേക്ക് കയറി. പണി തീരണതിന് മുമ്പ് തന്നെ കയറി. 2 വാതിലുണ്ട്, അതേ ഉള്ളു വീടിന്.
വേറെ ഒന്നുമില്ല. അപ്പം ഇത് അങ്ങനെ പോയി എന്ത് ചെയ്യണം അതെ 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 എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എനിക്കൊരു പരിപ്പ് കറി പോലും വെക്കാൻ അറിയാൻ പാടില്ല. കെട്ടിച്ചു വന്ന വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മച്ചി നന്നായിട്ട് കുക്ക് ചെയ്യും. നല്ല ഫുഡാണ് അമ്മച്ചിയുടെ കറികളൊക്കെ. അങ്ങനെ ഞാൻ പഠിച്ചതാണിത്. അത് അമ്മച്ചിയുടെ കൈപ്പുണ്യമാണ് എനിക്ക് കിട്ടിയത്. അത് എനിക്കൊരു ജീവിതമാർഗമായി. ദൈവത്തിന്റെ ഒരു അതെ 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 ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടം വരെ എത്താൻ പോണില്ല. നമ്മുടെ കാരണന്മാരുടെ ഒരു പ്രാർത്ഥനയും അത് തന്നെ അത് തന്നെ അത് തന്നെ. എത്ര പേരാണ് മോളി ചേച്ചിക്ക് വീട്ടിൽ? എത്ര പേരാണ്? എൻ്റെ വീട്ടിൽ ഞങ്ങൾ 11 മക്കളാണ്. 11ാമത്തെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ജീവിതവും ഇന്നത്തെ ഇപ്പൊ ഒരു സിംഗിൾ ആയിട്ടുള്ള ജീവിതവും ശരിക്കും ചേച്ചി ഇത് പറയുമ്പോ മോളി ചേച്ചിയുടെ കണ്ണില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുനീരിടാൻ അതിനൊക്കെ അന്നത്തെ ആ അനുഭവങ്ങൾ ഇപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരിക. ശരിയാണ് ശരിയാണ് അല്ലേ? ഇപ്പൊ ഇപ്പോഴത്തെ ഈ കണ്ണുനീരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷത്തിന്റെ കണ്ണീരാണ്. അതെ അതെ അല്ലേ? ചേച്ചിയുടെ ശരിക്കും പറഞ്ഞാൽ ഈ 18 വർഷവും ഒരു പൊതിച്ചോറി തുടങ്ങിയതാണ് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം. കാരണം എനിക്ക് ഉണ്ടാക്കണ ചോറിന്ന് ഞങ്ങളുടെ ഈ വീടിന്റെ അടുത്തൊരു ഫ്ലാറ്റ് വരണ്ടായി, PDKL ഫ്ലാറ്റ്. അപ്പൊ ഞാൻ അതിന്റെ അടുത്തൊരു പലചരക്കടയുണ്ട്. അവിടെ ഞാൻ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെ പണിയണ കണ്ട് അപ്പോൾ ഞാൻ കൊടുത്ത് ചോറ് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഊണ് വേണമെന്ന് വെച്ചാൽ അവർ ഒരെണ്ണമാണ് പറഞ്ഞത്. കാരണം അവർക്ക് അറിയാൻ പാടില്ല എൻ്റെ ഫുഡ് നല്ലതാണോ എന്താണെന്ന് അറിയാൻ പാടില്ല. എന്നിട്ട് ഞാൻ ഒരു ഊണുമായിട്ട് അവിടെ ചെന്ന് അവർക്ക് കൊടുത്ത് പണിയണ ആൾക്കാർക്ക്. പിറ്റേ ദിവസം അത് 2ആയി. അങ്ങനെ അവിടെ ഒരു 10-15 ഊണ് എന്നോട് സ്ഥിരം വാങ്ങാൻ തുടങ്ങിയവർ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ അടുത്തൊരു മാക്മിത്ത് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ വന്ന് ഈ സെൻറ്റ് വിൻസെൻ്റ് പോൾ റോഡിൻ്റെ എൻഡിൽ. അപ്പോൾ അവരറിഞ്ഞ് ഞാനിങ്ങനെ ഫുഡ് കൊടുക്കണ കാര്യം അറിഞ്ഞിട്ട് അവരിവിടെ നിന്നോരും ചേച്ചി ഞങ്ങളൊരു 10-20 പേരുണ്ട്, ഞങ്ങൾക്ക് ചേച്ചി ഫുഡ് തന്നെ ചേച്ചിയുടെ വീട്ടിലിരുത്തി തന്നെയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തരാമെന്നും പറഞ്ഞു. അങ്ങനെ വന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വീടിൻ്റെ മുറ്റത്ത് ഒരു ഷീറ്റൊക്കെ ഇട്ട് അങ്ങനെ അവർക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അറിയാൻ തുടങ്ങി, ഓരോരുത്തരും ഇവിടെ വരാൻ തുടങ്ങി. ഇപ്പോൾ ശരിക്കും പാലാട്ടത്ത് വന്നു കഴിഞ്ഞാൽ പാലാട്ടത്ത് മാത്രമല്ല ഇപ്പൊ ലോകം മുഴുവനും എന്നെ അറിയണ്ടെന്നാണ് എല്ലാരും പറയുമ്പോൾ എല്ലാരും വന്ന് പറയും ഇങ്ങനെ എല്ലായിടത്തും ഫേമസ് ആണ് ഇപ്പൊ ചേച്ചിമാരാണ്. അപ്പോഴാണ് ഞാൻ അറിയണം എല്ലാവരും എന്നെ അറിഞ്ഞല്ലാന്ന്. കാരണം അത് വളരെ സന്തോഷം തന്നെയല്ലേ? സന്തോഷമാണ്. കാരണം നമ്മള് ഇത്ര വീട്ടിൽ ഒതുങ്ങി കൂടി ഇരുന്ന ഒരു അത് തന്നെ ആളാണ് അല്ലേ മോളി ചേച്ചി? പുറത്ത് ഒരു മനുഷ്യരെ അറിയാത്ത നമ്മുടെ വീട്ടിലെ പിള്ളേരെയും ഹസ്ബൻഡിനെ നോക്കി അങ്ങനെ പോയിട്ട് അല്ലേ? പക്ഷെ അന്നത്തെ ഒരു സാഹചര്യം നമ്മൾ മുന്നോട്ടുള്ള ജീവിതം അല്ലേ, അത് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് അത് ആ ഒരു പൊതിച്ചോറിൽ നിന്നാണ് നമുക്ക് അത് കിട്ടിയത്. അതെ 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 അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരുമാതിരി ഞങ്ങളുടെ കുറേ കടബാധ്യതകൾ കുറേ ഉണ്ടായി. കാരണം ഞങ്ങൾക്ക് ഈ ഹസ്ബൻഡിന് ടാങ്കർ ലോറി അതൊക്കെ ഉണ്ടായി, എല്ലാം പോയി. വേറെ വീടുണ്ടായി, എല്ലാം പോയപ്പോഴാണ് ഇത് ചെയ്തത്. തീർച്ചയായിട്ടും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോന്ന് ചെയ്ത് പിന്നെ ഓരോരുത്തർ ഫുഡ് കഴിക്കാൻ വരാൻ തുടങ്ങി. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കായി. പിന്നെ കുറേ ഓഫീസുകൾ ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ കിട്ടി. MGF ഉണ്ടായി, പിന്നെ കൈരളി ഫോർഡ് അവരുടെ തന്നെ ഐലൻഡിലുണ്ട് അത്. അങ്ങനെ അവിടെ എല്ലായിടത്തും ഫുഡ് കൊടുക്കാൻ തുടങ്ങി. നമ്മൾ പഴയതുപോലെ ആകാൻ തുടങ്ങി. അങ്ങനെ 2014 ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതോടുകൂടി പുള്ളിക്കാരൻ ഹോസ്പിറ്റലിലായി. ഞങ്ങൾ 95 ദിവസം മെഡിക്കൽ ട്രസ്റ്റിൽ കിടന്ന് അന്ന് വരെ ഉണ്ടാക്കിയത് കംപ്ലീറ്റ് പോയി. പിന്നെ 2015 ഞാൻ ബിഗ് സീറോ ആയി. 2015 ബിഗ് സീറോ. എൻ്റെ മക്കൾ 2 പേരും പഠിക്കണേണ്. അവരെ നല്ല നിലയിൽ എത്തിക്കണമെന്ന് എനിക്കൊരു വാശിയായിരുന്നു. പിന്നെ കാരണം എല്ലാം പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്യും? കോവിഡും അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തൊരു ഹോട്ടലെടുത്ത്. ഹോട്ടലിൽ നല്ല കച്ചവടം ഉണ്ടായി. ഇവിടെയും ഹോട്ടലിലും കൂടി കൊടുക്കാൻ തുടങ്ങി, 2 സ്ഥലത്തും കൂടി. അതും ഈ സെൻറ്റ് വിൻസെൻ്റ് പോൾ റോഡിൽ തന്നെ. ഞാൻ ഇവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് കടയിൽ കൊണ്ടുപോകണം, കടയിൽ വെച്ച് ഫുഡ് ഉണ്ടാക്കണില്ല. അങ്ങനെ ചെയ്ത് കോവിഡ് വന്നപ്പോൾ എനിക്ക് ഹോട്ടലിൽ നിർത്തേണ്ടി വന്നു. അങ്ങനെ പിന്നെ സ്ഥിരമായിട്ട് ഈ വീട്ടിൽ തന്നെ തുടങ്ങി. കോവിഡ് കഴിഞ്ഞപ്പോൾ പിന്നെയും ഇത് ചെയ്ത് പിന്നെ കുറച്ച് ഡെവലപ്പാക്കി ചേച്ചിമാരുടെ കടയിൽ നിന്ന് പേരിട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ കൊച്ചിയിറ്റില കാർത്തിക്കൊക്കെ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നു. അങ്ങനെ അവർക്ക് ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. കരിമീൻ വിഷ്മോളിയൊക്കെ ആയിരുന്നു ഇവിടെ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അവർ എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി
ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ബ്ലോഗ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങിയത്. പിന്നെ ഓരോരുത്തർ വരാൻ തുടങ്ങി. അതുപോലെ തന്നെയാണ് മെയിൻ പാർട്ടാണ് നമ്മുടെ സ്റ്റാഫ്. സ്റ്റാഫ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഫാമിലിയിലെ ഒരു അംഗം. ഒരു 10 ഫാമിലിയിലെയാണ് നമ്മളിപ്പോൾ സംരക്ഷിക്കുന്നത് അല്ലേ? ചേച്ചിയുടെ മോള് ചേച്ചിയുടെ ആ ഒരു എന്താ പറയാ ഒരു സംരംഭം കൊണ്ട് ശരിക്കും ഒരു കൂട്ടുകുടുംബം പോലെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അത് വളരെ സന്തോഷമല്ലേ ചേച്ചി? സന്തോഷം അല്ലേ? അവരുടെ ആ ഒരു സമീപനം, അവർക്ക് വരുന്ന കസ്റ്റമറെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ചേച്ചി അവർക്കൊരു അല്ലേ, നമ്മുടെ വീട്ടിലെങ്ങനെ ഗസ്റ്റ് വന്ന് അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെയാണ് വരുന്ന ആൾക്കാരെയും നമ്മൾ ട്രീറ്റ് ചെയ്യണത് അല്ലേ? പിന്നെ നമ്മളിപ്പോൾ ചേച്ചി ഇപ്പോൾ ഒരു ബിസിനസ്സിലേക്കാണല്ലോ പോണത്. ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്താണ്? ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും കസ്റ്റമറിനോട് പെരുമാറാനുള്ള ഒരു ക്ഷമ വേണം. അവരെന്ത് പറഞ്ഞാലും നമ്മൾ അത് ചിരിച്ചുകൊണ്ട് തന്നെ അത് അംഗീകരിക്കണം. അല്ലാതെ അവർ പറയണ അനുസരിച്ച് നിന്നാൽ നമ്മളുടെ ബിസിനസ് അതോടി പോയി. പിന്നെ കൊടുക്കണ ഫുഡ് എത്രയും ആത്മാർത്ഥമായിട്ട് ഉണ്ടാക്കണ ഫുഡ് തന്നെ കൊടുക്കാനാണ് ഞാൻ നോക്കണത്. അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യണതും. കാരണം ഇത്ര ജോലിക്കാരുണ്ടെങ്കിലും ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യണത്. ഇപ്പോഴാണ് ഞാൻ ഓരോരുത്തരെ പഠിപ്പിക്കാൻ തുടങ്ങിയേക്കണത്. ഫുൾ ടൈം ഞാൻ കിച്ചണിലുണ്ടാവും. ഞാൻ തന്നെയാണ് നോൺ വെജൊക്കെ ചെയ്യണതും. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പോണത്. അതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും പോകാൻ തോന്നാറില്ല. കാരണം ഫുഡിന് എന്തെങ്കിലും വരുമോ, എനിക്ക് പേടിയുമാണ്. ഫുഡിന് എന്തെങ്കിലും വരുമോ എന്നുള്ള ചിന്തയാണ്. അതുപോലെ തന്നെ ചേച്ചി നമ്മളിപ്പോൾ ഫുഡിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഉച്ചക്കത്തെ ഫുഡിനെ കുറിച്ച് പറഞ്ഞല്ലോ. അത് കൂടാതെ ചേച്ചിമാരുടെ കടയിലുള്ള കാറ്ററിംഗ് ഉണ്ട്. അത് നമ്മൾ പ്രേക്ഷകർക്ക് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ കാണുന്ന പ്രേക്ഷകർ ഇതിനകത്ത് താഴെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാറ്ററിങ്, നിങ്ങളുടെ ബർത്ത്ഡേയോ കല്യാണമോ എന്താണെങ്കിലും എത്ര പേർക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ കല്യാണത്തിന് ചെയ്യണില്ല. കാരണം നമുക്ക് ഡെയിലി ഇവിടെ ഉള്ളതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റൂല, പറ്റണില്ല. അതുകൊണ്ട് ഒരു 250-300 പേര് വരെ ഫുഡ് ഇവിടെ കൊടുക്കാൻ പറ്റും, എന്ത് ഫുഡാണെങ്കിലും. ഓക്കെ, അപ്പോൾ ഏത് ഫുഡാണെങ്കിലും ഫിഷ് മോളിയോ അല്ലെങ്കിൽ വിന്താലോ പോർക്ക് വിന്താലോ എന്താ പറയാ താറാവ് പെപ്പർ അല്ലേ? പെപ്പർ അത് നിങ്ങൾക്ക് പറയുന്ന ഏത് ഐറ്റം വേണമെങ്കിലും ഇവിടെ ഇല്ലാത്തതാണെങ്കിലും ചേച്ചിയുടെ കൈകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കി തരുന്നത്. ആ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതായത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലും അല്ലേ, പിന്നെ നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും അത് നമ്മൾ പൊടിപ്പിച്ച് എല്ലാം ഞാൻ പൊടിക്കുന്നത് അവിടെ, മസാലകളെല്ലാം ഞാൻ പൊടിക്കുന്നത്. അതെ, അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ കഴിക്കുന്ന നമ്മളിവിടെ പലപ്പോഴും വന്ന് കഴിക്കാറുണ്ട്. പക്ഷേ ആ ഒരു ടേസ്റ്റ് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയാൽ കിട്ടില്ല. എന്തെങ്കിലും ഇരുത്തിക്കൊണ്ട് പറയണല്ല, നമ്മൾ കഴിച്ചുകൊണ്ട് പറയണം. ഇനി ഓരോരുത്തേക്കും ഓരോ ടേസ്റ്റ് വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ കഴിച്ചിട്ട് നമുക്ക് ഒരു തൃപ്തിയായിട്ട് തോന്നി. പിന്നെ ചേച്ചിയുടെ ഒരു എന്താ പറയുക ലൈഫ് ജേണി അല്ലേ, ഒരു പ്രത്യേകതയാണ്. അതിൽ ഒരു പൊതിയിൽ തുടങ്ങി ഇപ്പോൾ നമ്മൾ കാറ്ററിംഗ് ഉണ്ട്, നമ്മൾ ഉച്ചക്കത്തെ ഊണ് കൊടുക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ്. അതാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഫുഡിന്റെ മേന്മ കൊണ്ടാണല്ലോ ആൾക്കാർ തേടി വരുന്നത്. മോര് കാച്ചിയത് ഇവിടുത്തെ ഫേമസ് ആണ്. എല്ലാവരും വന്നാല് പാർസൽ വാങ്ങിച്ചുണ്ടു. അതെ, മോര് കാച്ചിയില് ഒരു പ്രത്യേകത ഞാൻ കണ്ടായിരുന്നു. ശരിക്കും വ്യത്യാസമുണ്ട്. പൈനാപ്പിൾ അരച്ചിട്ടാണ് ഞാൻ മോര് കാച്ചി. അതെ, അതിന്റെ ഒരു പിന്നെ പാലാണെങ്കിൽ ഇവിടെ ഒഴിക്കണതാ, പുറത്തുനിന്ന് മേടിക്കൂല തൈര്. അല്ല, അതാണ് അതിന്റെ ക്വാളിറ്റി നമുക്ക് അറിയാം. നമുക്ക് മറ്റുള്ള ഒരു വെള്ളം പോലെ ഇരിക്കണല്ല. അല്ല, അത് നമ്മൾ കഴിച്ചപ്പോൾ നമുക്ക് തോന്നിയായിരുന്നു സംഗതി ഒരു വ്യത്യസ്തതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഫുഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർ അറിഞ്ഞത്. ഇനി ഫാമിലിയെക്കുറിച്ച്. ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി 2015. എനിക്ക് 2 പിള്ളേരാണ്, ട്വിൻസാണ്, ഒരാണും പെണ്ണും, അലീന. അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് മരിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഇതിൽ നിന്നാണ് എൻ്റെ മക്കളെ പഠിത്തം പൂർത്തിയാക്കി കാനഡയിൽ IELTS എഴുതി പഠിക്കാൻ വിട്ട് അവിടെ PG എടുത്ത് ഇപ്പോൾ അതുങ്ങൾക്ക് അവിടെ ഗവൺമെൻറ് ജോബ് കിട്ടി. കല്യാണം കഴിഞ്ഞ് അവിടെ വീടൊക്കെ വാങ്ങിച്ച് അവർ സെറ്റിലായി ജീവിക്കണം. ഇപ്പോൾ ചേച്ചിക്ക് പിള്ളേരും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. പക്ഷേ എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിന്ന്. അത് തന്നെയാണ് ശരിക്കും കാരണം അവർക്കറിയാം നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് 2 മക്കളും.
ശരിക്കും ഒരു ആസ്പെക്ട് ഇല്ലാത്തതിൻ്റെ ഒരു ഇത് അറിഞ്ഞില്ല. ഇല്ലില്ല, എൻ്റെ മക്കൾ അതുപോലെ കഷ്ടപ്പെട്ടു രണ്ടുപേരും. അതുകൊണ്ട് അവരെവിടെ പോയാലും വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം കഷ്ടപ്പാടിലാണ് വളർന്നേക്കണം അതുങ്ങൾ, അല്ലാതെ ഭയങ്കരമായിട്ടുള്ള ഇതിൽ വളർന്നിട്ടില്ല. എൻ്റെ മോനും അതെ അതുപോലെ തന്നെ. ഞാൻ എന്തെങ്കിലും ഈ ചിക്കനൊക്കെ വറുത്തിട്ട് ഞാൻ കൊടുത്തു വിട്ടാൽ പെരട്ടിയൊക്കെ കൊടുത്തു വിടും. എൻ്റെ മോൻ അത് കൊണ്ടുപോയി വറുത്ത് ലൈവായിട്ട് വറുത്ത് വഴിയിൽ നിന്ന് വിറ്റ് വന്നിട്ടുണ്ട് എൻ്റെ മോൻ ഈ IELTS എഴുതിയ പിന്നെ. അത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ട് പഠിക്കേണ്ട ഒരു കാരണം രണ്ടുപേരും ഒപ്പം IELTS എഴുതി പാസ്സായി. പക്ഷെ രണ്ടുപേരും കൂടി എനിക്ക് വിടാൻ പറ്റിയില്ല. അപ്പോൾ ഒരാളെ വിട്ട് ഒരാളെ പിറ്റേ വർഷം വിടണം. ആ സമയത്ത് ഒരു മക്കളും അതുപോലെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. IELTS ഒക്കെ പാസ്സായാൽ ഞാൻ പോണേന്നൊക്കെ പറഞ്ഞ് നടക്കും പുറത്തോട്ടൊക്കെ. പക്ഷെ അതുപോലെ അങ്ങനെയൊന്നുമില്ല. എൻ്റെ മോനെ എൻ്റെ ഒപ്പം നിന്ന് അവൻ ഇതുപോലെ ഞാനിങ്ങനെ ചിക്കനൊക്കെ കൊടുക്കുമ്പോൾ അതുകൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി വണ്ടിയിൽ ലൈവായിട്ട് വറുത്ത് വിറ്റ് വന്നിട്ടാണ് എന്നെ കൂടി പിന്നെ ഇവിടെ നിൽക്കണത്. എല്ലാ പണിയും ചെയ്തു തരുമായിരുന്നു. അതുപോലെ തന്നെയാണ് എനിക്ക് വന്നേക്കണ മരുമക്കളല്ല മക്കളാണ്. എൻ്റെ മോളുടെ ഭർത്താവാണെങ്കിലും മോൻ കെട്ടിയ പെങ്കൊച്ചാണെങ്കിലും എല്ലാവരും ഒരേപോലത്തത്. അവരുടെ കുടുംബക്കാരും എല്ലാവരും എനിക്ക് ദൈവം അറിഞ്ഞു തന്നേക്കണം അവരെയൊക്കെ. അതുകൊണ്ടായിരിക്കാം ഞാനിങ്ങനെ മുന്നോട്ട് സന്തോഷത്തോടെ പോണത്. ഫ്യൂച്ചർ പ്ലാൻ എന്താ? എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ഇത് തന്നെയാണ്. കാരണം ഇത് തന്നെ മുന്നോട്ട് പോകാം. കാരണം ജീവിത അവസാനം വരെ. അതെ പിള്ളേര് പറയുന്നുണ്ട് അമ്മ ഇത്രയും നാളും കഷ്ടപ്പെട്ടതല്ലേ നിർത്തി അങ്ങോട്ട് പോകാന്നൊക്കെ. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും ജോലി എടുക്കണതാണ് ഇഷ്ടം. കാരണം എൻഗേജ്ഡ് ആകുക. അത് തന്നെ. ഞാൻ ഈ ജോലി എടുത്തെടുക്കുമ്പോൾ എൻ്റെ പ്രയാസങ്ങളൊന്നും ഞാൻ അറിയണില്ല. ഇപ്പോഴത്തെ ന്യൂജൻ കാലഘട്ടമാണ് അല്ലേ? അതെ. ഈ ന്യൂജൻ കാലഘട്ടത്തിലേക്ക് അവർക്ക് കൊടുക്കാവുന്ന, ഇപ്പോൾ 18 വർഷമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിനെ കുറിച്ച് ഏകദേശമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഈ ഇവിടം വരെ നമ്മൾ പഠിച്ചിട്ടാണ് ഇവിടെ വന്നത് അല്ലേ? അവർക്ക് കൊടുക്കാവുന്ന, നമ്മുടെ ഡ്രീം മീഡിയ പ്രേക്ഷകർക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ് ഇപ്പോഴത്തെ യുവജനങ്ങളോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം അത്ര അറിവൊന്നും എനിക്കില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അടുക്കള കാര്യങ്ങളൊക്കെ ശരിക്കും അറിയാൻ പാടുള്ളൂ. എന്നാലും ഞാൻ പറയണേണ്, നമ്മൾ പരിശ്രമിച്ചാൽ അതിന് വിജയം കണ്ടെത്തും. പരിശ്രമിക്കണം. വെറുതെ നടന്നാലും ഒന്നും നടക്കാൻ പോണില്ല. ഇപ്പോൾ ഒരു ജോലി നമുക്ക് ചെയ്യണമെങ്കിൽ അതിനെപ്പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരു 10 പ്രാവശ്യം ചിന്തിച്ചാൽ ഒരു പ്രാവശ്യം നടക്കുമെന്നാണ് പറയണത്. നല്ലോണം കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടാൽ ഇന്നല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞാലും അതിന് വിജയം കണ്ടെത്തും. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചു. അതെ അതെ അത് നമ്മളുടെ ജീവിത ശൈലികളാണ്. അതായത് ഓരോരുത്തരുടെയും ഓരോ ജീവിത സംഭവങ്ങളാണ് നമ്മളെ ഡ്രീം മീഡിയയിൽ കൂടി പല ആൾക്കാർക്കും അവർക്കൊരു ശരിക്കും ഇൻസ്പിറേഷൻ ആകുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ 18 വർഷമായിട്ട് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് പോയി. ഏതായാലും ഇതിൽ കൂടുതൽ ബിസിനസ് ഉണ്ടാവട്ടെ, കൂടുതൽ കാറ്ററിംഗ് ഓർഡറുകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.